ഭാരതത്തിലെ 50% വരുന്ന സ്ത്രീ സമൂഹത്തിന് ആത്മാഭിമാനം പകരുന്ന തരത്തിലുള്ള ചരിത്രപരമായിട്ടുള്ളൊരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ ചുവടുവെക്കുകയാണ്. പതിറ്റാണ്ടുകളായി നമ്മൾ കാത്തിരുന്നിരുന്ന സ്ത്രീ സംവരണ ബില്ല് 33% സ്ത്രീകൾക്ക് അവസരമൊരുക്കി കൊടുക്കുന്ന തിരഞ്ഞെടുപ്പിലേക്ക്, നിയമസഭയിലേക്ക്, പാർലമെൻറ്റിലേക്കെല്ലാം അവസരമൊരുക്കി കൊടുക്കുന്ന വനിതാ സംവരണ ബില്ല് യാഥാർത്ഥ്യമായി കാണണമെന്ന് വിവിധ രാഷ്ട്രീയ സംഘടനകളും ഭാരതത്തിലെ എല്ലാ സ്ത്രീകളും ഒരുപോലെ ആഗ്രഹിച്ചിരുന്ന ഒരു ബില്ല് പാസ്സാക്കിയെടുക്കുകയാണ്. 2023 പാസ്സായ ബില്ല്, അത് പാസ്സായ മാത്രയിൽ അതെന്ന് പ്രാബല്യത്തിൽ വരുമെന്നുള്ള ചോദ്യമായിരുന്നു എല്ലാവരും നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത്. ഒരു നിയമസഭാ ഇലക്ഷൻ വരുന്ന സമയത്തും അതിലുള്ള പ്രാതിനിധ്യം കാണിച്ചുകൊണ്ടും വീണ്ടും വനിതകൾക്ക് അവസരം ചോദിച്ചുകൊണ്ടും എല്ലാ രാഷ്ട്രീയ സംഘടനകളും മുന്നിട്ടിറങ്ങുന്ന ഈ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ വരുന്ന ബജറ്റ് സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് നടക്കുന്ന ചർച്ചയിൽ പ്രാബല്യത്തിൽ വരുത്താൻ പോകുന്ന നാരി ശക്തി വന്ദൻ അധിനിയം എന്ന ചരിത്രപരമായിട്ടുള്ള നീക്കത്തിലേക്ക് വനിതകളുടെ എല്ലാവരുടെയും പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളുമായി മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ പോവുകയാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ, ഇന്നലെ 2 ദിവസം മുൻപ് കഴിഞ്ഞിട്ടുള്ള തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നോക്കുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യമാണ് ഏറ്റവും കൂടുതൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. LDF 140-ൽ 18 സീറ്റിൽ ഒതുങ്ങുമ്പോൾ, UDF 140-ൽ വെറും 12-ൽ ഒതുങ്ങുമ്പോൾ, NDA 140-ൽ 19 എന്നുള്ള എണ്ണത്തിലാണ് എത്തി നിൽക്കുന്നത്. ഈ ബില്ല് പ്രാബല്യത്തിൽ വരുന്നതോടുകൂടെ 140 സീറ്റ് എന്നുള്ളതിൽ നിന്നും ഉയർച്ച വരുത്തിക്കൊണ്ട് 210 സീറ്റായിട്ട് ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഈ കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് മാറുന്ന ഒരു പശ്ചാത്തലത്തിന് കളമൊരുക്കുകയാണ്. 2027 വരുന്ന സെൻസസ് പ്രകാരം അതിനെ അധിഷ്ഠിതമാക്കിയിട്ട് അതിനുശേഷം വരുന്ന വിഭജനവും കഴിഞ്ഞതിന് ശേഷം ഇത് പ്രാബല്യത്തിൽ വരുത്താമെന്നുണ്ടായിരുന്ന ഒരു തീരുമാനത്തിൽ നിന്നും മാറിക്കൊണ്ട് എത്രയും പെട്ടെന്ന് പ്രാബല്യത്തിൽ വരുത്തി വരുന്ന ലോക്സഭാ ഇലക്ഷൻ ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും വനിതകൾക്ക് പരമാവധി പ്രാധാന്യം ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ളൊരു നീക്കം ആസൂത്രണം ചെയ്തുകൊണ്ട് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഇത് നടപ്പിലാക്കി കഴിയുമ്പോൾ 543, അതായത് 2011 സെൻസസ് അനുസരിച്ച് അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ വരുന്ന ബജറ്റ് സമ്മേളനത്തിൽ ഇത് പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. അപ്പോൾ നിലവിൽ 541 സീറ്റ് എന്നുള്ളത് 816 ഉയർത്തുമ്പോൾ ലോക്സഭയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം 271 എന്നുള്ള സംഖ്യയിലേക്ക് ഉയർന്നു വരും. തീർച്ചയായിട്ടും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ സ്ത്രീകളും പൂർണ്ണമായും 100% ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു ബില്ലായിരിക്കും ഈ പാസ്സാക്കുന്നത്, നടപ്പിൽ വരുത്തുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവും ഇല്ല. വളരെ പുരോഗമനാത്മകമായിട്ടുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ ഇതുവരെ നടത്തിയതിൽ വെച്ച് നിരവധിയായിട്ടുള്ള സ്ത്രീ ശാക്തീകരണത്തിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ നമുക്ക് ഈ കേരളത്തിൽ തന്നെ നോക്കുമ്പോൾ തൊഴിലുറപ്പായാലും ശരി, അംഗനവാടി, ആശാ വർക്കർ, സുകന്യ സമൃദ്ധി യോജന തുടങ്ങി നിരവധിയായിട്ടുള്ള പദ്ധതികളിലൂടെ സ്ത്രീ ശാക്തീകരണം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ രംഗത്തുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചരിത്രപരമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സ്ത്രീകളെ സമ്പർക്കം ചെയ്യുവാനും വനിതാ സംഘടനകളെ സമ്പർക്കം ചെയ്യുവാനും അവരുടെ പിന്തുണ അഭ്യർത്ഥിക്കുവാനും മഹിളാ മോർച്ച ഒരുങ്ങുകയാണ്. ഈ ഒരു തീരുമാനം ഇരു കൈയും നീട്ടി വനിതകൾ സ്വീകരിക്കുമെന്നുള്ള കാര്യം നമുക്ക് നിശ്ചയമാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി വരുന്ന പരിപാടികൾ, മഹിളാ മോർച്ചയുടെ പരിപാടികൾ ഏപ്രിൽ 11 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിൽ നാരി ശക്തി സമ്മേളനം എന്ന പേരിൽ ഭാരതത്തിലുടനീളം എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഏപ്രിൽ 15 മുതൽ 16 2 ദിവസത്തിനുള്ളിൽ നാരി ശക്തി പദയാത്രകൾ വിവിധ മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. അതുപോലെ ബൈക്ക് റാലി,
തുടങ്ങി നിരവധിയായിട്ടുള്ള പരിപാടികൾ, അത് ഏരിയ അടിസ്ഥാനത്തിൽ, മണ്ഡലം അടിസ്ഥാനത്തിൽ, ജില്ലാ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് അത് ആഘോഷിക്കുവാനാണ് മഹിളാ മോർച്ചയുടെ തീരുമാനം. ഈ തീരുമാനത്തെ പിന്തുണയ്ക്കണമെന്ന് ഇവിടെയുള്ള വനിതാ സംഘടനകളോടും രാഷ്ട്രീയ സംഘടനകളോടും ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എം പിമാരുടെ പരിപൂർണ പിന്തുണ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത്, ഈ ബജറ്റ് സമ്മേളനം നീട്ടിവെച്ചുകൊണ്ട് ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് എല്ലാവരുടെയും പരിപൂർണമായിട്ടുള്ള പിന്തുണ വനിതകൾക്ക് ഉണ്ടാകണം എന്ന് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ അനുസരിച്ച് നിലവിലുള്ള 20 സീറ്റ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും 30 എന്നുള്ള സംഖ്യയിലേക്ക് ഉയരുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്നത്. ആ 30 സീറ്റുകൾ ഉയർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ വലിയൊരു പങ്ക് സ്ത്രീകൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന രാഷ്ട്രീയ മേഖലകളിൽ രാഷ്ട്രീയ പശ്ചാത്തലം വികസിപ്പിച്ചെടുക്കുന്നതിനും നമ്മുടെ സമൂഹത്തിലെ നിരവധിയായിട്ടുള്ള സംഘടനകൾക്ക് ശക്തി പകരുന്നതിനും സ്ത്രീകളുടെ വിഷയങ്ങൾ നിരന്തരമായിട്ട് ഉയർന്നു വരുന്നതിനും സ്ത്രീകളുടെ വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് എന്നും മുൻപന്തിയിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഉദാത്തമായിട്ടുള്ളൊരു പരിഷ്കരണമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിനെ പിന്തുടർന്നുകൊണ്ട് പത്രക്കാരുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും, സ്ത്രീകളുടെ മാത്രമല്ല ഓരോരുത്തരുടെയും പിന്തുണ ഇതിന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റ് സംഘടനകളിലേക്ക് മഹിളാ മോർച്ചയുടെ ഭാഗത്തു നിന്നുമുള്ള നീക്കങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും അതിന് പരിപൂർണ പിന്തുണ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇതിന് മുൻപുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ശ്രീമതി സോണിയാഗാന്ധി, സുഷമ സ്വരാജ്, വൃന്ദ കാരാട്ട് ഈ 3 രാഷ്ട്രീയത്തിനെ പ്രതിനിധീകരിക്കുന്ന വനിതകൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, കൈ കോർത്തുകൊണ്ട് നിന്നുകൊണ്ടൊരു പടമുണ്ടായിരുന്നു അന്ന് പത്രത്തിൽ കൊടുത്തിരുന്നത്. അങ്ങനെ ഒരേ ശബ്ദത്തിൽ സ്ത്രീകൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു ബില്ലാണ് വനിതാ സംവരണം കൊണ്ടുവരണം. 33%, 50%-ലധികം വരുന്ന സ്ത്രീകൾക്ക് 33% ഇപ്പോൾ നിലവിലെ സംവരണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നടപ്പിൽ വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നിന്നിരുന്ന സ്ത്രീകൾ ഒന്നിച്ച് നിന്നിരുന്ന ഒരു പശ്ചാത്തലം നമുക്ക് മുൻപുണ്ടായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ 23-ൽ ഇത് പാസ്സാക്കിയ സമയത്തും പാസ്സാക്കിയതിന് ശേഷം വന്നിരുന്ന ചർച്ചകളിൽ ഉയർന്നു വന്നിരുന്ന ചോദ്യം, അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു, CPM-ൻ്റെ ഭാഗത്ത് നിന്നും ഉയർന്നു വന്നിരുന്നു. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉയർത്തിയിരുന്ന ഒരു ചോദ്യം, പാസ്സാക്കി കഴിഞ്ഞു, ഇനി ഇത് എന്ന് പ്രാബല്യത്തിൽ വരുത്തും എന്നുള്ളതാണ്. അപ്പോൾ പ്രാബല്യത്തിൽ വരുത്തുന്ന സമയത്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ തീരുമാനം ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സ്ത്രീകൾ ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മണ്ഡല പുനർനിർണയത്തിന് ശേഷം മാത്രമേ അത് നടക്കുള്ളൂ എന്നാണ് ബില്ല് പറയുന്നത്. മണ്ഡല പുനർനിർണയം കുറെ കാലം കഴിഞ്ഞിട്ട് നടക്കാറുള്ളതാണ്. അതെ, അതിനുശേഷം പറയുമ്പോൾ അതിനാണ് ഒരു ഭേദഗതി കൂടെ പാസ്സാക്കുന്നത്. ഇപ്പോൾ ഉള്ള നിയമനിർമ്മാണത്തിലെ ഭേദഗതിയാണ് പാസ്സാക്കിയെടുക്കേണ്ടത്. 2027-ലാണ് മണ്ഡലം പുനർനിർണയം സാധ്യമാകൂ എന്ന് പറയുന്നത്. അങ്ങനെ 2027 പുനർനിർണയം, സെൻസസ് കഴിഞ്ഞ് പുനർനിർണയം നടന്നാൽ 2034 നമുക്ക് ഈ സംവരണ ബില്ല് പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ സാധിക്കും. ആ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇനി വരുന്ന ഈ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ അത് ദീർഘിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എല്ലാവരുടെയും പിന്തുണയോടുകൂടെ ചർച്ച ചെയ്ത് അത് തീരുമാനത്തിലെത്തി അത് പാസ്സാക്കിയെടുക്കാനുള്ള ഒരു നീക്കമാണ് ഇന്ന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉള്ളത്. ഇലക്ഷനിൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭാരതീയ ജനതാ പാർട്ടിയിലാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നത്. ഈ വരുന്ന നിയമസഭാ യോഗങ്ങളിൽ, ഇനി വരാൻ പോകുന്ന യോഗങ്ങളിൽ നിർണായകമായ പങ്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാകും. നിരവധി സീറ്റുകൾ അവിടെ MLA-മാരെ വിജയിപ്പിച്ചെടുത്തുകൊണ്ട് ഈ രാഷ്ട്രത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ശബ്ദമായിട്ട് മാറാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൃത്യമായിട്ടുള്ള ശബ്ദം നിയമസഭയിൽ ഉണ്ടാകും. കോഴിക്കോട് നോർത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ A ക്ലാസ് മണ്ഡലമാണ്.
ഈ ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് ഉള്ളതിനേക്കാളും ഇലക്ഷൻ അവസാനിപ്പിക്കുന്ന ആ ഒരു സമയം ആയപ്പോഴേക്കും എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുള്ളത് ത്രികോണ മത്സരമാണ് എന്നുള്ളതാണ്. ആ ത്രികോണ മത്സരം എന്ന് പറയുന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. ആ ത്രികോണ മത്സരത്തിൽ ഒരു മേൽക്കൈ നേടാൻ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ തവണത്തെ തിരഞ്ഞെടുപ്പിൽ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ മുതൽ സംസ്ഥാന തലത്തിലുള്ള പ്രവർത്തകർ വരെ അടങ്ങുന്ന നേതാക്കളും അടക്കമുള്ള ആളുകൾ ഗ്രൗണ്ടിലിറങ്ങി ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഇലക്ഷനാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് നോർത്ത് മണ്ഡലം എന്ന് മാത്രമല്ല നിരവധി മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും പരാതിയായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പേരിൽ ക്ഷേത്രത്തിന്റെ ചിത്രം വെച്ചുകൊണ്ട് ഒരു നോട്ടീസ് അച്ചടിച്ചിരിക്കുകയാണ്, വ്യാജ നോട്ടീസ്. ക്ഷേത്ര സംരക്ഷണ സമിതി ഇത് അറിഞ്ഞിട്ടില്ല. ആ സമിതി ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ വ്യാജ നോട്ടീസ് അച്ചടിച്ചതിന്റെ ഭാഗമായിട്ട് നിയമ നടപടികളിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാനും നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണ്. അതോടൊപ്പം തന്നെ BJP സിറ്റി ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കേസായിട്ട് ഈ ഇലക്ഷൻ സമയത്ത് ഉള്ള ദുരുപയോഗമാണ് നടത്തിയിട്ടുള്ളത്. മതം ഉപയോഗിച്ചുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന രീതി. അപ്പോൾ ക്ഷേത്രങ്ങളെ എപ്പോഴും ആ സംസ്കാരത്തെ ഇടിച്ചു താഴ്ത്തിയിട്ടുള്ള LDF ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പേരിൽ നോട്ടീസ് അച്ചടിച്ചിറക്കുകയും ആ നോട്ടീസിന്റെ വലതുവശത്ത് LDF കോഴിക്കോട് നോർത്ത് മണ്ഡലം കമ്മിറ്റി എന്ന പേരിൽ ഉൾപ്പെട്ടിട്ടുള്ള അവരുടെ ഫോൺ നമ്പർ അടക്കമുള്ള ഒരു നോട്ടീസാണ് വിതരണം ചെയ്തിട്ടുള്ളത്. അത് മതം ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവണതയാണ്. ഇലക്ഷൻ തീർച്ചയായിട്ടും ഇതിനു മുൻപ് LDFന്റെ കുത്തകയായിരുന്ന നോർത്ത് മണ്ഡലത്തിൽ ഒരു പേടി LDFന് കുടുങ്ങി എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ആ നോട്ടീസ്. 3 തലങ്ങളിലും ഞങ്ങൾ അതിന് എതിരെ നിയമ നടപടികളുമായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. പരാതി കൊടുക്കും. ക്ഷേത്ര സംരക്ഷണ സമിതി ഓൾറെഡി പരാതി കൊടുത്തു കഴിഞ്ഞു. കാൻഡിഡേറ്റിന്റെ ഭാഗത്തു നിന്നും കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ജില്ലാ അധ്യക്ഷന്റെ പരാതിയും വരും ദിവസങ്ങളിൽ കോടതിക്ക് നൽകും. അതേപോലെ തന്നെ പാർട്ടി ഒരുപാട് അനുഭവങ്ങളുള്ള ശോഭ സുരേന്ദ്രൻ അവരൊക്കെ മാധ്യമങ്ങളോടും കരടിച്ച് അടിച്ചു പൊട്ടിക്കുന്നു. കോൺഗ്രസ് അതൊക്കെ ലൈവായിട്ട് ആളുകൾ കാണും. ഇന്നിപ്പോ ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. ഇതിങ്ങനെ ഒരു നദിയൊക്കെ കാണിക്കുന്ന ഒരു പക്വത പോലും മുതിർന്ന നേതാക്കൾ കാണിക്കാത്ത. ഇല്ല, ഞാൻ അതിൽ പറയാനുള്ളത് ശോഭാ സുരേന്ദ്രൻ എന്ന പറഞ്ഞ വ്യക്തിയെ കുറച്ചൊന്നല്ല മാധ്യമ സുഹൃത്തുക്കൾ വേട്ടയാടിയിട്ടുള്ളത്. നിരന്തരം ഒരു വ്യക്തിയുടെ പുറകെ ഒരുപാട് ആളുകൾ ചോദ്യങ്ങളുമായിട്ട് ചെല്ലുന്ന സമയത്ത്, അതെ, നിരന്തരം അവരെ വേട്ടയാടുന്ന സമയത്ത് തീർച്ചയായിട്ടും മനുഷ്യരാണ്. ചില സമയത്തൊക്കെ വൈകാരികമായിട്ടുള്ള ഇടപെടലുകൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി പോകുന്നുണ്ട്. എപ്പോഴും അങ്ങനെ ക്ഷുഭിതയായിട്ടുള്ള തരത്തിൽ നമ്മൾ ശോഭാ സുരേന്ദ്രനായാലും മുതിർന്ന ഒരു വ്യക്തികളെയും കണ്ടിട്ടില്ല. പക്ഷേ ഇത് ഇലക്ഷനോടനുബന്ധിച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരന്തരം വേട്ടയാടപ്പെടുന്ന സമയത്തുണ്ടാകുന്ന ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഇടപെടലായിട്ട് അതിനെ കാണാൻ സാധിക്കും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗങ്ങളിൽ ഇപ്പം മഞ്ചേശ്വരത്ത്, കഴക്കൂട്ടം, നേമം തുടങ്ങി നിരവധിയായിട്ടുള്ള സ്ഥലങ്ങൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നിട്ടുള്ളത്. കോഴിക്കോട് നോർത്തിലും കോഴിക്കോട് സൗത്തിലും ഒക്കെ എടുത്തു പറയേണ്ട തരത്തിലുള്ള പോരാട്ടം നടന്നിട്ടുണ്ട്. ഇതിനു മുൻപൊക്കെ BJP എന്ന് പറഞ്ഞ ഒരു ഘടകത്തെ ചർച്ച ചെയ്യാതിരുന്ന ഇരു മുന്നണികളെ മാത്രം ചർച്ച ചെയ്ത് പോയിരുന്ന കാലഘട്ടങ്ങളിൽ LDF അല്ലെങ്കിൽ UDF ഇവരിൽ ആര് എന്നുള്ള ചോദ്യമായിരുന്നു മാധ്യമങ്ങൾ വരെ പങ്കുവച്ചിരുന്നത്. എന്നാൽ ഇന്ന് ആ മേഖലകളിലേക്കൊക്കെ മൂന്നാമതൊരു മുന്നണിയായിട്ട് BJP കൂടെ കടന്നു വന്നിട്ടുണ്ട്. സജീവമായി നടക്കുന്ന ചർച്ചകളും BJP എത്രത്തോളം സീറ്റുകൾ ഈ ഇലക്ഷനിൽ പിടിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉയർന്നു വരുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ BJPക്ക് ഇന്ന് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്ന സ്വീകാര്യത, കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷന് കഴിഞ്ഞ സമയത്ത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് മേയറും ഡെപ്യൂട്ടി മേയറേയും വാർത്തെടുക്കാൻ BJPക്ക് സാധിച്ചു. കോഴിക്കോട് നോക്കുന്ന സമയത്ത് 13 സീറ്റായിട്ട് ഉയർത്താൻ സാധിച്ചു. അതിൽ 7 സീറ്റുകൾ കൗൺസിലർമാർ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് പൊതുജനങ്ങളുടെ ഇടയിൽ മികച്ച സ്വീകാര്യത BJPക്ക് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇന്ന് വരെ ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോഴും ശബരിമല ഒരു വിഷയം തന്നെയായിരുന്നു. ആ ശബരിമല വിഷയം ഏറ്റെടുത്ത് നടപ്പിലാക്കിയിരുന്നതും ഭാരതീയ ജനതാ പാർട്ടി തന്നെയായിരുന്നു. അതിൻ്റെ പേരിൽ നടപടികൾ, കേസുകൾ ഒക്കെ ഇന്നും നേരിടുകയാണ്. ആ സമയത്ത് ഉണ്ടായിരുന്ന ബെനിഫിറ്റ്
പൊതുജനങ്ങൾ നോക്കുന്ന സമയത്ത് BJP അധികാരത്തിൽ വരുമോ എന്നുള്ളൊരു ആശങ്ക അന്ന് ആ വിഭാഗത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയെ പരാജയപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അന്ന് ജനങ്ങൾ സമീപിച്ചിരുന്നതെങ്കിൽ ഇന്ന് ചിത്രം മാറിയിരിക്കുകയാണ്. BJPക്ക് വോട്ട് ചെയ്ത BJPയും വിജയിക്കുന്ന പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസം പൊതുജനങ്ങൾക്കുണ്ട്. അത് തീർച്ചയായിട്ടും BJPക്ക് അനുകൂലമായിട്ട് തന്നെ വരും. അങ്ങനെ ഒരു മുന്നണിയുടെ വോട്ടല്ല ഞങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. ഒരു മുന്നണിയുടെയും വോട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ടോ അത് ചോർത്തിക്കൊണ്ടോ ഉള്ള ഇലക്ഷൻ പ്രചരണമല്ല ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുള്ളത് വികസനം മാത്രമാണ്. ജാതി ചോദിച്ചുകൊണ്ട്, മതം ചോദിച്ചുകൊണ്ട്, അത് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രചരണത്തിന് BJP തയ്യാറായിട്ടില്ല, ഇതുവരെ തയ്യാറായിട്ടില്ല, ഇനിയും തയ്യാറാവില്ല. നമുക്കറിയാം, ഈ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്ന പരാമർശങ്ങൾ, പയ്യാനക്കൽ ഭാഗത്ത് നിന്നൊക്കെ ഉയർന്നു വന്നിരുന്ന പ്രശ്നങ്ങൾ, അവിടെ ഇലക്ഷൻ ദിവസത്തിൽ പോലും മതം പറഞ്ഞുകൊണ്ട് വരി നിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ചെന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ BJP എന്ന് മുൻപോട്ട് വെച്ചിട്ടുള്ളത് കഴിഞ്ഞ 12 വർഷക്കാലം കേന്ദ്ര നേതൃത്വത്തിൻ്റെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് ഞങ്ങളുടെ മണ്ഡലത്തിൽ പ്രാവർത്തികമാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ ഞങ്ങൾ സമീപിച്ചിട്ടുള്ളത്. ആ കാര്യത്തിൽ വികസനത്തിന് മുന്നിട്ട് നിൽക്കുന്ന ജനത ജാതി പറഞ്ഞുകൊണ്ടും മതം പറഞ്ഞുകൊണ്ടൊക്കെ ഒരു ചെറിയൊരു വിഭാഗത്തെ ഒരു പക്ഷേ അകറ്റി നിർത്താൻ സാധിക്കുമായിരിക്കും. പക്ഷേ മഹാഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോഴത്തെ യൂത്ത്, എസ്പെഷ്യലി വനിതകൾ എല്ലാവരും തന്നെ BJPയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്ന വ്യാജ പ്രചരണങ്ങൾ തിരിച്ചറിയാനുള്ള പക്വത നമ്മുടെ സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് യുവാക്കളും സ്ത്രീകളും എല്ലാവരും തന്നെ ഇന്ന് BJPക്ക് അനുകൂലമായി മാറിയിരിക്കുകയാണ്. അതിനോടൊപ്പം കാലങ്ങളായിട്ട് മറ്റു പാർട്ടികൾക്ക് വോട്ട് ചെയ്തിരുന്ന വ്യക്തികളടക്കം ആ പാർട്ടികളുടെ ശോചനീയാവസ്ഥയും തമ്മിൽ തല്ലും എല്ലാം തന്നെ കണ്ടുകൊണ്ട് ഇന്ന് ഒരു ഭരണമാറ്റം വരണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്.